വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മാഹി മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മുഹമ്മദ് സമീൽ കാസിമിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ പൂർണ്ണമായ അംഗീകാരത്തോടെയാണ് ഈ തീരുമാനമെന്ന് പാർട്ടി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിൻ്റെ തുടർ ദിവസങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ ലെറ്റർ പേഡിൽ തന്നെ ഇത് വ്യാജമാണ്, ഇത് മുസ്ലിം ലീഗായിട്ട് ബന്ധമില്ല എന്നുള്ള രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പല മാധ്യമ സുഹൃത്തുക്കളും എന്നെ വിളിക്കുകയും അതിനുള്ള റീസൺ എന്താണ്, അതിൻ്റെ തെളിവ് എന്താണെന്നുള്ള രീതിയിലുള്ള അവർ ചോദിച്ചിരുന്നു. മുസ്ലിം പക്ഷേ വരുന്ന ഒരു ഇലക്ഷനിൽ മുസ്ലിം ലീഗ് കാൻഡിഡേറ്റ് ഇട്ട് അങ്ങനെ ജയം കാണാന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ജയം കാണാൻ ഞങ്ങൾ ജനപ്രതിനിധിയായി വരികയാണെങ്കിൽ ഇവിടെയുള്ള ഒരുപാട്, അതായത് 30 മണ്ഡലത്തിൽ 29 മണ്ഡലത്തിലും ലഭിക്കുന്ന പല പദ്ധതികളും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളും നമ്മുടെ ഈ മയ്യയിൽ എത്തുന്നില്ല എന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ കുറഞ്ഞ കാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഞാൻ MS മുതൽ രാഷ്ട്രീയത്തിലുള്ള ആളുകളാണ്. പക്ഷെ അതിൻ്റെ ഇടയിലൊരു പ്രവാസ ജീവിതം ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നുണ്ട്. അവിടുത്തെ KMCCയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അവിടുന്നൊക്കെ നമ്മൾ മാഹിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാഹിയുടെ വികസനം അത് യഥാർത്ഥ ഒരു വികസനം രീതി ഇവിടെ എത്തിയിട്ടില്ല എന്ന് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്.